ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽ വീഡിയോസാണ് നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മാക്രോ ഫോട്ടോഗ്രാഫിയെക്കുറിച്ചാണ്. മാക്രോ ഫോട്ടോഗ്രാഫി എങ്ങനെയാണ് ചെയ്യേണ്ടത്, മാക്രോ ഫോട്ടോഗ്രാഫിക്ക് പറ്റുന്ന രീതിയിലുള്ള ലെൻസുകൾ ഏതൊക്കെയാണ്, മൊബൈൽ മാക്രോ ഫോട്ടോഗ്രാഫി ചെയ്യാനുള്ള ചില ടിപ്സ് അല്ലെങ്കിൽ ട്രിക്സൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അതിൻ്റെ 4ാമത്തെ എപ്പിസോഡാണ്, മാക്രോ ഫോട്ടോഗ്രാഫിയുടെ 4ാമത്തെ എപ്പിസോഡാണ്. ആക്ച്വലി ഇതൊരു മാക്രോ ഫോട്ടോഗ്രാഫി എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല. എന്തായാലും കിറ്റ് ലെൻസ് ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്ട്രീം ക്ലോസപ്പ് മോഡിലുള്ള അല്ലെങ്കിൽ എക്സ്ട്രീം ക്ലോസപ്പ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോഗ്രാഫിയാണ് ഇന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. ഈ ട്യൂട്ടോറിയൽസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. വെൽക്കം ടു ഫുഡ് ഫോട്ടോ വർക്ക്. ഒരുപാട് മെസ്സേജസ് നമുക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ വീഡിയോയുടെ താഴെ ഒരുപാട് കമൻസ് ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു ടോപ്പിക്കിൽ വീഡിയോ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇന്ന ക്യാമറയാണോ നല്ലത്, ഈ ലെൻസ് നല്ലതാണോ, അങ്ങനെ ചോദിച്ചിട്ടുള്ള ഒരുപാട് കമൻസുകളും ഒരുപാട് മെസ്സേജുകളൊക്കെ നമുക്ക് വരുന്നുണ്ട്. പറ്റുന്ന രീതിയിലല്ല നമ്മൾ അതിന് മെസ്സേജ് ചെയ്യുന്നുണ്ട്. നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നവർക്ക് നമ്മൾ റിപ്ലൈ കൊടുക്കുന്നുണ്ട്, കമൻസിന് മറുപടി കൊടുക്കാറുണ്ട്. എന്നാലും ചിലപ്പോൾ ചില കമൻസ് ചിലപ്പോൾ പഴയ കമൻസ് ആവും, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഒരുപാട് മുമ്പ് വന്ന കമൻസൊക്കെ ചിലപ്പോൾ ചില രീതിയിൽ നമുക്ക് ഒന്നോ രണ്ടോ കമൻറ്റുകളൊക്കെ അത്രേ ഉള്ളൂ. എനിക്ക് ഉറപ്പ് പറയാൻ കഴിയും. അത്രയും കമൻറ്റ്സ് ചിലപ്പോൾ നമ്മൾ വിട്ടുപോകാൻ സാധ്യതയുണ്ട്, മറുപടി കൊടുക്കാതെ വിട്ടുപോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആരും അതിനകത്തൊരു എന്താ പറയുക, നമ്മളോടൊരു അനിഷ്ടം തോന്നരുത്, അല്ലെങ്കിൽ ഒന്നും വിചാരിക്കില്ല. അപ്പോൾ അങ്ങനെ വളരെ റയറായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എങ്കിൽ തന്നെ അത് നമ്മൾ കണ്ടുപിടിച്ച് മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ മറുപടി കൊടുക്കുന്നില്ല എന്നൊരു കമൻറ്റ് വരുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടം ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കിറ്റ് ലെൻസ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് മാക്രോ ഫോട്ടോഗ്രാഫി ചെയ്യുന്നത് എന്നുള്ള ഒരു ടെക്നിക്കാണ്. ആക്ച്വലി ഇതൊരു മാക്രോ ഫോട്ടോഗ്രാഫി എന്ന് പറയാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു എക്സ്ട്രീം ക്ലോസപ്പ് രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോട്ടോഗ്രാഫിയാണ്. ഉദാഹരണമായിട്ട് നമ്മുടെ കയ്യിലുള്ള 18 to 55 mm ഉള്ള കിറ്റ് ലെൻസാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇത് ഒരു വൈഡ് ആംഗിൾ ലെൻസ് പ്ലസ് ഒരു ചെറിയ രീതിയിലുള്ള ഒരു ടെലിഫോട്ടോ എന്നുള്ളൊരു ക്വാളിറ്റിയോട് കൂടിയുള്ള ഒരു ലെൻസാണ്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ഒരു ഒബ്ജക്റ്റിൻ്റെ നമുക്ക് ഫോക്കസ് കിട്ടുന്ന ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. അതായത് ഒബ്ജക്റ്റിൻ്റെ ഏറ്റവും അടുത്ത് ഫോക്കസ് കിട്ടുന്ന ഡിസ്റ്റൻസ്. ഉദാഹരണമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ലെൻസിൻ്റെ, അത് 80-55 mm ലെൻസിൻ്റെ ഒരു 55 ഫോക്കൽ ലെങ്തിൽ, ഒരു 55 എന്നുള്ള ഒരു ഫോക്കൽ ലെങ്തിൽ വെച്ചിട്ട്, അതായത് ഒബ്ജക്റ്റിൻ്റെ ഏറ്റവും അടുത്ത് കൊണ്ടുചെന്നിട്ട് നമുക്ക് ഫോക്കസ് കിട്ടുന്ന ഒരു ഡിസ്റ്റൻസിൽ, അതായത് ഏറ്റവും അടുത്ത് ഫോക്കസ് കിട്ടുന്ന ഒരു ഡിസ്റ്റൻസിൽ കൊണ്ടു ചെന്നിട്ട് ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓട്ടോ ഫോക്കസിൽ നിന്നും മാറ്റി മാനുവൽ ഫോക്കസിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നല്ലൊരു റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് ഞാൻ പരീക്ഷിച്ച് നോക്കിയപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. ഇനി നമുക്ക് ഇതിൽ ചെറിയ രീതിയിലുള്ള കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഫോട്ടോഷോപ്പിലോ അല്ലെങ്കിൽ ലൈറ്റ് റൂമിലോ കിട്ടി ചെറിയ രീതിയിലുള്ള എഡിറ്റിങ് പ്ലസ് അതിൻ്റെ ചെറിയ ക്രോപ്പിംഗ് ഒക്കെ നമുക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു മാക്രോ ഫോട്ടോഗ്രാഫി എന്ന് ഞാൻ പറയുന്നില്ല, ഒരു എക്സ്ട്രീം ക്ലോസപ്പിലുള്ള ഒരു ഷോട്ട് അല്ലെങ്കിൽ എക്സ്ട്രീം ക്ലോസപ്പിലുള്ള ഒരു പിക്ചർ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് റോ ഫോർമാറ്റിലാണ്. റോ JPEG എന്ന് പറയുന്നതൊക്കെ ചില പിക്ചർ ഫോർമാറ്റുകളാണ്, ഫോട്ടോ എടുക്കുന്ന ചില ഫോർമാറ്റുകളാണ്. നിങ്ങളുടെ SLR-ൽ ഫൈന്, JPEG, റോ തുടങ്ങിയ ഫോർമാറ്റുകൾ കാണാം. ഈ ഫോർമാറ്റിൽ ഈ റോ എന്ന് പറയുന്ന ഇതിൽ ഫോർമാറ്റിലാണ് നമ്മൾ ഇന്നത്തെ പിക്ചേഴ്സൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ റോ ഫോർമാറ്റ് നമ്മുടെ ഏതെങ്കിലും സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ നമുക്കൊന്ന് ജസ്റ്റ് പ്രോസസ്സ് ചെയ്യേണ്ടതുണ്ട്. ആ ഒരു പ്രോസസ്സിങ്ങിൽ JPEG ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം, അതുപോലെ തന്നെ നോയ്സ് റിഡക്ഷൻ ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ നമുക്ക് ചെയ്യേണ്ടി വരും. ലൈറ്റ് റൂമിലും ചെയ്യാം. ലൈറ്റ് റൂമിലും ഇതുപോലെ തന്നെ റോ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും.
എനിവേ ചിത്രങ്ങൾ നമുക്ക് ചെറിയ രീതിയിലുള്ള എഡിറ്റിംഗ്, അതിൻ്റെ ഷാർപ്നെസ് ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് അതൊന്ന് ക്രോപ്പ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നുള്ളൂ. ഒരുപാട് എഡിറ്റിംഗ് ചെയ്യുന്നില്ല. അതിൻ്റെ സാച്ചുറേഷൻ ഒന്ന് നോക്കുക, ലെവൽസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ. ഒരു ഓവറോൾ ഒരു മിനിമൽ എഡിറ്റിംഗ് എന്നുള്ള രീതിയിൽ മാത്രം കണ്ടാൽ മതി. ചിത്രങ്ങൾ കാണാനായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ജസ്റ്റ് സന്ദർശിക്കുക. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരെ കൊണ്ടും മാക്രോ ലെൻസ് വാങ്ങാനോ അല്ലെങ്കിൽ ഒരു റിവേഴ്സ് റിംഗ് അഡാപ്റ്റർ വെച്ച് ട്രൈ ചെയ്യാനോ ഒക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒരുപാട് ക്ഷമ വേണ്ട ഒരു ഏരിയയാണ്. അപ്പോൾ നിങ്ങൾ കിറ്റ് ലെൻസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു റിസൾട്ട് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് ഈ മാക്രോ ഫോട്ടോഗ്രാഫി എന്നുള്ള കൂട്ടത്തിൽ തന്നെ നമ്മൾ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ജസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുന്നുണ്ടോ എന്ന് നമ്മളെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ കമൻറ്റ്സ് നമ്മുടെ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്തുക. ഇതിന് മുമ്പുള്ള എപ്പിസോഡുകൾ മാക്രോ ഫോട്ടോഗ്രാഫിയിലെ 1, 2, 3 എപ്പിസോഡുകൾ നമ്മൾ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. നിങ്ങളുടെ സംശയങ്ങൾ ദയവായിട്ട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജായിട്ട് അയയ്ക്കുക. നമ്പർ 7012377824. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് വീഡിയോസായിട്ട്, ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസായിട്ട്, ഫോട്ടോഗ്രാഫി ട്യൂട്ടോറിയൽസ് ആയിട്ട് ഒക്കെ നമ്മൾ അടുത്ത ദിവസം ഉണ്ടാവും. വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക. ബൈ ഫോർ നൗ, സ്റ്റേ ട്യൂൺ ആൻഡ് ദിസ് ഈസ് ഫുഡ് ഫോട്ടോ വർക്ക്.